ഹായ്, നമുക്കിന്നൊരു വെഡ്ഡിംഗ് റിസപ്ഷന് പോയാലോ? അതിനു മുന്നേ ഗ്രൂമിനും ബ്രൈഡിനും നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ? ദുബായ് മാളിലെ പാച്ചിയിലാണ് വന്നേക്കുന്നത്. അവിടെ നിന്നൊരു ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സ് വാങ്ങിക്കാം. ബുർജ് ഖലീഫ കുറച്ച് ദൂരെ നിന്ന് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്ത് ഇന്ന് ആദ്യമായിട്ടാണ്. അർമാനി ഹോട്ടലിലാണ് വെഡ്ഡിംഗ് റിസപ്ഷൻ വരുന്നത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കോറെല്ലാം കൊടുത്ത് മുന്നോട്ട് നടന്നപ്പം നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് വയലിൻ വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം LED TV കൂടെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറേ പ്രോഗ്രാംസും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആങ്കറിങ് ചെയ്യുന്നത് മിഥുനായിരുന്നു. അതെല്ലാം എൻജോയ് ചെയ്ത് ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മേളിലോട്ട് നോക്കും. ബുർജ് ഖലീഫയുടെ ഭംഗിയും ഒരു നൈറ്റ് വ്യൂവും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും എൻട്രി വരുന്നത്. നല്ല അടിപൊളി ഡാൻസോട് കൂടി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി വന്നു കഴിഞ്ഞു. അത് നല്ല അടിപൊളി ഗ്രാൻഡായിട്ടുള്ള എൻട്രി ആയിരുന്നു കേട്ടോ. അതെല്ലാം ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചവിടെ പോയി ഇരുന്നു. അങ്ങനെ ദുബായിലെ ഒരു വെഡ്ഡിംഗ് റിസപ്ഷന് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. താങ്ക് ഗോഡ്. ഫുഡ് ഐറ്റംസ് ഒന്നും പറയണ്ട, അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഫുഡായിരുന്നു. വെജ്, നോൺ വെജ്, പിന്നെ ഡെസേർട്ട്സ്, പിന്നെ സ്പ്രെഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഡോക്ടർ ഗായത്രിയെയും അമൽജിത്തിനെയും വിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറിപ്പോയി. അവർക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റും കൊടുത്ത് അവരെയും വിഷ് ചെയ്ത് ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.